പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അനാട്ടമിക്കൽ ഡ്രോയിങ് എന്തെന്ന് പഠിക്കാം. എന്താണ് അനാട്ടമി? മനുഷ്യ ശരീര ഘടന. ഒരു പോർട്രേറ്റ് അഥവാ ഒരു മനുഷ്യ ശരീരം വരയ്ക്കുമ്പോൾ ആ അവയവങ്ങൾ, മൂക്ക്, കണ്ണ് തുടങ്ങിയ ഭാഗങ്ങൾ, അതിൻ്റെ വലിപ്പം എന്താവണം, തലയിൽ നിന്നും എത്ര വലിപ്പം ഉണ്ടാകണം ശരീരം, ബോഡി, അത് ചിലർക്ക് നിശ്ചയമില്ല. അതിനെ പ്രതിപാദിക്കുന്ന ക്ലാസ്സാണ് അനാട്ടമിക്കൽ ഡ്രോയിങ്. ഇന്ന് നമുക്ക് ഒരു മനുഷ്യൻ്റെ മുഖം വരയ്ക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഇത് ഒന്നാം ഭാഗം. രണ്ടാം ഭാഗത്തിൽ മനുഷ്യൻ്റെ ഫുൾ ശരീരഘടന നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു. വരയ്ക്കാനുള്ള പേപ്പറും പെൻസിലും എടുക്കുക. 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു സമചതുരം വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ എടുത്തത് പറയാനും ചെയ്യാനും എളുപ്പം ഉള്ളതിന് വേണ്ടിയാണ്. നോക്കൂ, 10 സെൻറ്റിമീറ്ററാണ്. ഈ 10 സെൻറ്റിമീറ്ററിനെ നമ്മൾ 4 സമചതുരങ്ങളായി തിരിക്കുക. സെൻറ്ററിൽ നിന്ന് പാരലായിട്ടും വെർട്ടിക്കലായും ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ വീതമുള്ള 4 സമചതുരങ്ങൾ കിട്ടുന്നു. 10 സെൻറ്റിമീറ്ററിനെ നമ്മൾ 5 സെൻറ്റിമീറ്റർ വീതമുള്ള സമചതുരങ്ങൾ ആക്കി മാറ്റി. ഇതിനെ നമുക്ക് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തു. ശ്രദ്ധിക്കുക, താഴ്ന്നുള്ള 5 സെൻറ്റിമീറ്റർ സമചതുരത്തെ ഞാൻ ഓരോ സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുന്നു. അങ്ങനെ 5 വരകൾ എനിക്ക് കിട്ടുന്നു. 1, 2, 3, 4, 5. അപ്പോൾ താഴത്തെ 5 സെൻറ്റിമീറ്റർ സമചതുരത്തെ ഞാൻ 5 ഭാഗങ്ങളായിട്ട് 5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുന്നു. 5 സെൻറ്റിമീറ്ററിന് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് 5 ലൈനുകൾ ഇടുന്നു. നോക്കൂ, നമുക്ക് ചിത്രത്തിൽ കിട്ടിയ ഈ സെൻറ്റർ പോയിൻ്റ്, ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് കൂടി മറ്റൊരു ലൈൻ ഞാൻ ഇടുന്നു. അതിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് 1 സെൻറ്റിമീറ്റർ ഉയർത്തി ചെവി വരച്ചു. താഴോട്ട് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ചെവിയുടെ മൊത്തം നീളം 3 സെൻറ്റിമീറ്റർ. ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ താഴോട്ട് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു. കാണുന്നുണ്ടല്ലോ. दिल का
ഏറ്റവും സെൻറ്റർ ലൈൻ നോക്കൂ. ഈ സെൻറ്റർ ലൈനിൽ നിന്ന് ആ ലൈനിലാണ് കണ്ണ് വരുന്നത്. നമ്മൾ സെൻറ്റർ ആ പോയിൻ്റ് മാർക്ക് ചെയ്ത ഓർമ്മയുണ്ടോ? ചെവി തുടക്കം ആ റൗണ്ട് വരച്ചാണ് സെൻറ്റർ. ഞാൻ എന്താ ഇവിടെ കണ്ണിൻ്റെ അടയാളം മാർക്ക് ചെയ്യുന്നു. ആ ലൈനിൽ നിന്നാണ് മൂക്ക് തുടങ്ങുന്നത്. മൂക്ക് 2 സെൻറ്റിമീറ്റർ താഴോട്ട് നീളത്തിൽ വരച്ചു. നമ്മൾ മൊത്തം എടുത്തിരിക്കുന്ന അറിയാമല്ലോ, 10 സെൻറ്റിമീറ്റർ സമചതുരം. 2 സെൻറ്റിമീറ്റർ താഴോട്ട് മൂക്ക് അടയാളപ്പെടുത്തി. അടുത്ത വീണ്ടും 1 സെൻറ്റിമീറ്റർ താഴോട്ട് വരുമ്പോൾ ആ 1 സെൻറ്റിമീറ്ററാണ് വായ്. ആ പോയിന്റിൽ നിന്ന് വായ് മാർക്ക് ചെയ്ത ശേഷം മേൽചുണ്ട് മുകളിലോട്ട് വരയ്ക്കുക. ആ പോയിന്റിൽ നിന്ന് കീഴ്ചുണ്ടും വരച്ച ശേഷം ഏറ്റവും അടിഭാഗത്തുള്ള 1 സെൻറ്റിമീറ്റർ താടി ഭാഗം ഞാൻ മാർക്ക് ചെയ്ത് വരയ്ക്കുന്നു. പകുതിക്ക് മുകളിലുള്ള ഭാഗം 1.5 സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് വരെ ഞാൻ നെറ്റി ഭാഗം വരയ്ക്കുന്നു. ഏറ്റവും മുകളിലുള്ള 1.5 സെൻറ്റിമീറ്റർ ഞാൻ മുടിയുടെ ഭാഗം അടയാളപ്പെടുത്തുന്നു. നോക്കൂ, ആ സെൻറ്റർ ഭാഗം, ആ ചെവിയുടെ തുടക്കം, ആ ലൈനിലാണ് കണ്ണ് വരുന്നത്. അതിൻ്റെ 1 സെൻറ്റിമീറ്റർ മുകളിലാണ് പുരികം വരുന്നത്. നിങ്ങൾ ഈ വരകളും കറക്റ്റ് ഇടുക. കാരണം ഈ വര തന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വരച്ച് ഇതേപോലുള്ളൊരു സ്ത്രീയുടെ മുഖവും ഇതേ ഒരു പുരുഷൻ്റെ മുഖം ഫ്രണ്ട് വ്യൂവും ഫ്രണ്ട് എലിവേഷനും ഞാൻ വരയ്ക്കുന്നു. ഇതേ വരകൾ, ഇതേ അളവുകൾ. അതുകൊണ്ട് നിങ്ങൾ ഒരു പടം നല്ലതുപോലെ മാർക്ക് ചെയ്ത് വരച്ച ശേഷം അതേ അളവ് നീട്ടി വരച്ച് മറ്റ് 2 ചിത്രങ്ങൾ കൂടി ഞാൻ ഉടനെ വരയ്ക്കുന്നതാണ്. നിങ്ങൾ ആദ്യമൊക്കെ ഈ ഏകദേശ അളവുകൾ മനസ്സിലാക്കിയാൽ പിന്നെ മെമ്മറി ഡ്രോയിങ്ങിൽ നിങ്ങൾ വീണ്ടും അളവെടുക്കണമെന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണ് ഇവിടെ, ചെവി ഇത്ര, മൂക്ക് അളവ് ഇത്ര എന്നൊക്കെ. उससे कुछ बात ना हो पाई है, मैं इशारा भी अगर करता हूँ इसमें हम दोनों की रुसवाई है, इसमें हम दोनों की रुसवाई है। दिल का आलम मैं क्या बताऊँ तुझे, दिल का ഇത് നോക്കൂ, ഞാൻ മറ്റൊരു പേപ്പറിൽ തലയുടെ ഏകദേശ ഷേപ്പ്, റൗണ്ട് അല്ല, ഒരു കോഴിമുട്ടയുടെ ഏകദേശ ഷേപ്പാണ്. ഈ ഭാഗം താടി ഭാഗവും തലയുടെ ഭാഗവും നോക്കൂ, ഇങ്ങനെ വരച്ചിട്ട് ആ മൂക്കിൻ്റെ ഭാഗവും കണ്ണിൻ്റെ ഭാഗവും നമുക്ക് അടയാളപ്പെടുത്താം. അത് ഒരു പോയിൻ്റ്, ചെറിയ ഒരു ലൈൻ ഇട്ടാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെ രൂപം ഏകദേശം മനസ്സിലാവും. ഞാൻ ഈ പടം ഒന്ന് അല്പം തെളിച്ച് വരയ്ക്കാം. നോക്കൂ, ഇതേപോലെ നിങ്ങളും സാവധാനം ഒന്നിലധികം ചിത്രങ്ങൾ വരയ്ക്കണം.
വരച്ച ശേഷം ആവശ്യമില്ലാത്ത വരകളൊക്കെ റബ്ബ് ചെയ്ത് ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഫോട്ടോ ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്യുക. ഞാൻ ഈ വരച്ച 10 സെൻറ്റിമീറ്റർ സമചതുരം വീണ്ടും ഇതേ വരകൾ തന്നെ ഇതേ രീതിയിൽ ഇതേ മെത്തേഡിൽ വരകളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുന്നു, നീട്ടി വരയ്ക്കുന്നു. നോക്കൂ, തൊട്ടടുത്ത് വീണ്ടും 10 സെൻറ്റിമീറ്റർ. ഇത് ഒരു പുരുഷനെ വരച്ച് ഒരു സ്ത്രീയെ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ. കണ്ണ് നിൽക്കുന്നത് ഏത് വരയെഴുതണമെന്നും ആ രണ്ടാമത് വരച്ച 10 സെൻറ്റിമീറ്റർ സമചതുരത്തെ 5 സെൻറ്റിമീറ്ററുള്ള 4 സമചതുരമാക്കി മാറ്റുക. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക. ആ മൂക്ക്, വായ്, ആദ്യത്തെ പടത്തെ നോക്കുക, ഈ വരകൾ നോക്കുക. അതേ മാർക്ക് തന്നെ, അതേ രീതിയിൽ, അതേ മെത്തേഡിൽ ഇതാ വരയ്ക്കുന്നു. ഒരു സ്ത്രീയുടെ രൂപം വരയ്ക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും ആയിട്ട് വരയ്ക്കുമ്പോൾ വരകൾ കുറച്ച് വടുവുള്ളതായിരിക്കണം, ഏകദേശം ചെറിയ കർവ് രൂപത്തിലുള്ളതായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ മുടിയും ഇങ്ങനെ ഫിനിഷ് ചെയ്ത ശേഷം തെളിച്ച് ആവശ്യമുള്ള ഷെയ്ഡുകൾ കൊടുത്ത് ഫിനിഷ് ചെയ്യുക. നോക്കൂ, മുടി വരയ്ക്കുന്നതിലാണ് വളരെ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഒരു പുരുഷൻ്റെ മുടി വരച്ചത് നമുക്കറിയാം, നെറ്റിഭാഗം അല്പം മുകളിലോട്ട് കയറ്റി ഇട്ടു. സ്ത്രീകളുടെ അങ്ങനെ അല്ല, ചെവിയുടെ ഭാഗം തന്നെ പകുതിയോളം മറഞ്ഞ് ഇരിക്കത്തക്ക വിധത്തിലായാലും കാണാൻ ഭംഗിയായിരിക്കും. നോക്കൂ, ചെവി വരയ്ക്കുന്നത് ആ പുരികത്തിൻ്റെ അവിടെ തുടങ്ങി മൂക്കിൻ്റെ അവിടെ ചെവി നിൽക്കുന്നു. ചെവിയിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു കമ്മൽ ഭാഗം മാർക്ക് ചെയ്യാം. പിന്നെ മുടിയുടെ ഷേപ്പ് നോക്കൂ, മുടി കെട്ടിവെച്ചേക്കുന്ന രൂപത്തിൽ താടിയല്ല് വരയ്ക്കുന്ന നോക്കൂ. എല്ലാം ആദ്യം വരച്ച അതേ അളവ്, അതേ മെത്തേഡ് നോക്കൂ. കണ്ണ് സൈഡ് വ്യൂ ആണ്. ആദ്യത്തെ 10 സെൻറ്റിമീറ്റർ സമചതുരം, രണ്ടാമത്തെ ചിത്രവും 10 സെൻറ്റിമീറ്റർ സമചതുരമാണ്. എന്നാൽ ഇത് സൈഡ് വ്യൂ ആണ്, സൈഡ് എലിവേഷനാണ്. ഒരു ഫ്രണ്ട് വ്യൂയിലുള്ള ഒരു മുഖം വരയ്ക്കുന്നതിന് ഇതേ 10 സെൻറ്റിമീറ്റർ, ഇതേ ആൾ ഫ്രണ്ടിലോട്ട് തിരിയുകയാണെങ്കിൽ നമ്മൾ 10 സെൻറ്റിമീറ്റർ വരില്ല, 10 സെൻറ്റിമീറ്റർ എടുക്കണമെന്നില്ല. ഞാൻ അതിൽ നമ്മൾ 4ആയിട്ട് ഭാഗിച്ചില്ലേ, 5 സെൻറ്റിമീറ്റർ വീതമുള്ള ആ 4ആയിട്ട് ഭാഗിച്ചതിൽ നിന്ന് ഒരു ഭാഗം വീണ്ടും പകുതിയാക്കുന്നു. അതായത് 5ന് 2.5 ഭാഗം മാറ്റുന്നു. അപ്പോൾ ബാക്കി 7.5 സെൻറ്റിമീറ്റർ, 7.5 സെൻറ്റിമീറ്റർ ദീർഘചതുരം. അപ്പോൾ പൊക്കം 10 സെൻറ്റിമീറ്ററും വീതി 7.5 സെൻറ്റിമീറ്ററും. ഈ 7.5 സെൻറ്റിമീറ്ററിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ലൈന് 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് ജോമെട്രിക്കൽ രീതിയിൽ ശ്രദ്ധിക്കൂ. ഈ ലൈനിനെ നമ്മൾക്ക് തുല്യ 5 ഭാഗങ്ങളായിട്ട് തിരിക്കണമെങ്കിൽ ജോമെട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാം. ഈ ലൈനിൽ നിന്ന് ആദ്യത്തെ പോയിന്റിൽ നിന്ന് ഒരു 15-20 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി ചരിച്ച് ഒരു ലൈൻ വരയ്ക്കുക.
നിങ്ങളുടെ ഡിവൈഡർ എടുത്ത ശേഷം ആ രണ്ടാമത് വരച്ച വരെ തുല്യ 5 ഭാഗങ്ങളായി തിരിക്കുക. നോക്കൂ, ഈ 5ാമത്തെ പോയിൻ്റ് 4, 5 കണ്ടല്ലോ. ഈ 5ാമത്തെ പോയിൻറ്റും ആദ്യം വരച്ച AB ലൈനിൽ ബിയിലേക്ക് 5ഉം ബിയും തമ്മിൽ യോജിപ്പിക്കുക. ടി സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഒരു പ്രോബ്ലംസാണ്, പഠിക്കാനുള്ള ഒരു പ്രോബ്ലംസാണ്. ഒരു വരയെ ഒരു ലൈനിനെ തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 5ഉം ബി പോയിൻറ്റും യോജിപ്പിക്കുക. ഈ വരച്ച വരയ്ക്ക് പാരലായിട്ട് ആ പോയിന്റുകളിൽ നിന്നും ഓരോ പോയിന്റിൽ നിന്നും ആ AB ലൈനിലേക്ക് വരകൾ വരയ്ക്കൂ. അപ്പോൾ തുല്യമായ 5 ഭാഗങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ 1 മില്ലി പോലും വ്യത്യാസം വരില്ല, വളരെ കറക്റ്റായിരിക്കും. ഇത് നമുക്ക് ഒരു ലൈനെ എത്ര വേണമെങ്കിലും ഈ വിധത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇത് അവസാനം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ് ഒരു ലൈനെ എത്ര ഭാഗങ്ങളായിട്ട് തിരിക്കുന്ന ഒരു മെത്തേഡ്. ഇനി 7.5 സെൻറ്റിമീറ്റർ ഉള്ള ഭാഗത്തെ ഞാൻ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഇനി അതിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗം ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇത് ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ, അതേ അളവുകൾ. നോക്കൂ, മൂക്ക് എവിടെ നിൽക്കുന്നു, അതേ വരകൾ നമ്മൾ ആദ്യം വരച്ച വരയിൽ നിന്ന് വരച്ചുകൊണ്ട് വന്ന വരയാണ് ഇതും. നോക്കൂ, ഇവിടെ എന്ത് സംഭവിച്ച് ഫ്രണ്ട് എലിവേഷൻ ആയപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്നുള്ളത് 7.5 സെൻറ്റിമീറ്ററാക്കി കുറച്ച് ഞാൻ. ആ ചുണ്ട് വായു ഭാഗമായിരുന്നേക്കുന്ന ആ എത്ര സെൻറ്റിമീറ്റർ നിങ്ങൾക്കറിയാമല്ലോ. ചുണ്ട്, മൂക്ക്, ആ താടി ഭാഗം, താടിയെല്ല് എല്ലാം, പഴയ കണ്ണ്, അത് നോക്കൂ, കണ്ണിൻ്റെ അളവുകൾ നോക്കൂ. നമ്മൾ താഴ്ന്ന് മുകളിലോട്ട് 5ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, അതിൽ ഒരു ഭാഗമാണ് കണ്ണിൻ്റെ അളവ്. ഈ 2 കണ്ണുകൾ തമ്മിൽ ഉള്ള അകലവും ആ ഒരു കണ്ണിൻ്റെ അകലം വരും. ആ പുരിയെ മാർക്ക് ചെയ്ത് നോക്കൂ, ആദ്യത്തെ വരകൾ തന്നെയാണ്. ഇനി ആ മുടിയുടെ അളവ് നോക്കൂ. ചെവി മാർക്ക് ചെയ്ത് നോക്കൂ, പുരിയ മുതൽ മൂക്കിൻ്റെ ആ ലൈൻ വരെയാണ്. ഫ്രണ്ട് വീലുള്ള ഒരാളിൻ്റെ ചെവി ഫുള്ളായി കാണത്തില്ല, അതുകൊണ്ട് ഒരു പകുതി ഭാഗമേ കാണാൻ പറ്റുകയുള്ളൂ. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിലെ പ്രധാന ചില വിവരങ്ങൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഒരു ലൈന് AB എന്ന ഒരു ലൈനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒന്നുകൂടി ആവർത്തിക്കുന്നു. AB എന്ന ഒരു ലൈനും അതിന് ഒരു A എന്ന ലൈനിൽ നിന്ന് ഒരു 30 ഡിഗ്രി ചെരിഞ്ഞ് മറ്റൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ ഡിവൈഡർ കൊണ്ട് ഇഷ്ടമുള്ള 5 പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഒരേ തുല്യമായ 5 പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഈ 5ാമത്തെ പോയിന്റും നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള വരയുടെ B പോയിന്റുമായിട്ട് യോജിപ്പിക്കുക. ആ വരയ്ക്ക് പാരലായിട്ട് T സ്കെയിലും S സ്ക്വയറും ഉപയോഗിച്ചിട്ട് ബാക്കി 5 പോയിന്റിൽ നിന്നും മുകളിലത്തെ ലൈനിലേക്ക് വരകൾ വരച്ചു വിടുക. ആ ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റുകളായിരിക്കും അതിനെ 5ആയിട്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നത്. उससे कुछ बात ना हो पाई है, मैं इशारा भी अगर करता हूँ इसमें हम दोनों की रुसवाई है, इसमें हम दोनों की रुसवाई है. दिल का आलम मैं क्या बताऊँ तुझे. നോക്കൂ സുഹൃത്തുക്കളെ, ഫ്രണ്ട് വ്യൂവിൽ ഒരു മനുഷ്യൻ്റെ മുഖം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾ പറയുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വരയ്ക്കുക. നോക്കൂ, സൈഡ് വ്യൂവിൽ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും മുഖം വരച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂവിൽ ഒരു മനുഷ്യൻ്റെ രൂപം വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഞാൻ നേരത്തെ വരച്ച അതേ അളവുകൾ തന്നെയാണ് വര ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ടുള്ളത്. പക്ഷേ പൊക്കം 10 സെൻറ്റിമീറ്ററും വീതി ഞാൻ എടുത്തത് 7.5 സെൻറ്റിമീറ്ററുമാണ്. 2.5 സെൻറ്റിമീറ്റർ കുറച്ച് ഫ്രണ്ട് വ്യൂവിൽ ഞാൻ വരയ്ക്കാൻ തുടങ്ങുകയാണ്. നോക്കൂ, മൂക്കിൻ്റെ ഭാഗം അതേ മൂക്ക്, വായിൻ്റെ ഭാഗം അതേ ലൈൻ, ആദ്യം വരച്ച അതേ വരകളിൽ തന്നെയാണ്, അതേ പോയിന്റുകളിൽ തന്നെയാണ് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കുന്നത്. ഈ ഒറ്റ വരയിൽ തന്നെയാണ് ഈ 3 ചിത്രം വരച്ചത്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് പഠിക്കുക.
आलम मैं क्या बताऊं तुझे, दिल का आलम मैं क्या बताऊं तुझे। एक चेहरे ने बहुत, एक चेहरे ने बहुत प्यार से देखा मुझे।